ഡിയർ ഫ്രണ്ട്സ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എം.കോം രണ്ടാമത്തെ സെമസ്റ്ററിലെ സബ്ജക്റ്റായ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് അതിലെ 5ാമത്തെ മൊഡ്യൂളിലെ 3ാമത്തെ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ അണ്ടർ റൈറ്റേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അവരുടെ ഷെയറുകളോ ഡിബഞ്ചറുകളോ ജനറൽ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന സമയത്ത് അവർ ഏതെങ്കിലും അണ്ടർ റൈറ്റേഴ്സുമായി ഒരു എഗ്രിമെൻറ്റിൽ, അതായത് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഇന്ത്യൻ കമ്പനീസ് ആക്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് ഡിസ്ക്ലോഷർ ഇൻ ദ പ്രോസ്പെക്ടസ്. കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അവരുടെ ഷെയറുകളുടെയോ ഡിബഞ്ചറുകളുടെയോ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അണ്ടർ റൈറ്റേഴ്സിൻ്റെ പേരും, അതുപോലെ തന്നെ ഈ അണ്ടർ റൈറ്റേഴ്സിന് അവരുടെ ഒബ്ലിഗേഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അവരുടെ കൈവശമുണ്ട് എന്നുള്ള കമ്പനി ഡയറക്ടേഴ്സിൻ്റെ ഒപ്പീനിയനും കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ വ്യക്തമായി സ്പെസിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിസ്ക്ലോഷർ. ഏതെങ്കിലും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അവരുടെ ഷെയറുകളുടെയോ ഡിബഞ്ചറുകളുടെയോ ഇഷ്യൂ ഏതെങ്കിലും അണ്ടർ റൈറ്റേഴ്സുമായി ഒരു അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിലൂടെ അണ്ടർ റൈറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ആ അണ്ടർ റൈറ്റേഴ്സിൻ്റെ പേരും, അതുപോലെ തന്നെ ഈ അണ്ടർ റൈറ്റേഴ്സിന് അവരുടെ ഈ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ് അനുസരിച്ച് അവർ ചെയ്ത് കൊടുക്കേണ്ട ഒബ്ലിഗേഷൻസ്, അത് ചെയ്ത് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഈ അണ്ടർ റൈറ്റേഴ്സിൻ്റെ കൈവശമുണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കമ്പനി ഡയറക്ടേഴ്സിൻ്റെ ഒപ്പീനിയനും കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ അണ്ടർ റൈറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഷെയറുകളുടെയോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെയോ എണ്ണവും, അതേപോലെ തന്നെ ഈ അണ്ടർ റൈറ്റേഴ്സിന് കമ്പനി അണ്ടർ റൈറ്റിംഗ് കമ്മീഷനായിട്ട് കൊടുക്കുന്ന കമ്മീഷൻ തുക എത്രയാണ്, അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ്റെ റേറ്റ് എത്രയാണ് എന്നുള്ള കാര്യവും കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസിൽ അക്കാര്യം നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം. അതാണ് ഒന്നാമത്തെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്. അപ്പോൾ അണ്ടർ റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഷെയറുകളാണ് അല്ലെങ്കിൽ എത്ര ഡിബഞ്ചറുകളാണ് അണ്ടർ റൈറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്, അതിന് അവർക്ക് കൊടുക്കുന്ന അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എത്രയാണ്, അല്ലെങ്കിൽ അവരുടെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ്റെ റേറ്റ് എത്രയാണ് തുടങ്ങിയ കാര്യവും കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസിൽ അക്കാര്യം നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം. രണ്ടാമത്തേതാണ്
ഡിസ്ക്ലോഷർ ഓഫ് സംസ് പേയബിൾ. അണ്ടർ റൈറ്റേഴ്സിന് കമ്മീഷൻ ഇനത്തിലോ ബ്രോക്കറേജ് ഇനത്തിലോ കൊടുക്കുന്ന മുഴുവൻ തുകയും കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെ നിർബന്ധമായിട്ടും അക്കാര്യം കാണിച്ചിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് എന്നുള്ള ഇനത്തിൽ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്ന തുക അത് എത്രയാണെങ്കിലും അത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള ഹെഡിങ്ങിന് താഴെ അക്കാര്യം പ്രത്യേകമായിട്ട് കാണിച്ചിരിക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന കാര്യമാണ്. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അണ്ടർ റൈറ്റേഴ്സ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയറുകളോ ഡിബഞ്ചറുകളോ അണ്ടർ റൈറ്റ് ചെയ്യുന്നതിന് ഉള്ള പ്രതിഫലമായി അവർക്ക് ലഭിക്കുന്ന കൺസിഡറേഷനാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന കമ്മീഷൻ സാധാരണ രീതിയിൽ ഷെയറുകളുടെയോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെയോ ഇഷ്യൂ പ്രൈസിൻ്റെ ഒരു നിശ്ചിത റേറ്റ്, ഒരു നിശ്ചിത ശതമാനം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന കമ്മീഷൻ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്നത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഷെയറിൻ്റെ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണ്, ആ ഇഷ്യൂ പ്രൈസിൻ്റെ ഒരു സ്പെസിഫൈഡ് റേറ്റ്, ഒരു നിശ്ചിത ശതമാനമാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ആയിട്ട് അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്ന ബ്രോക്കറേജിന് പുറമേ കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. അത് ഈ പറയുന്ന കമ്പനിയുടെ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ജനറൽ പബ്ലിക്കിന് മുന്നിൽ അത് പ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അവർ ഏറ്റെടുക്കേണ്ടി വരുന്ന റിസ്കിന് ഉള്ള പ്രതിഫല തുകയായിട്ട് ആണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്നത്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അത് കൊടുക്കുന്നതിനുള്ള അധികാരം കമ്പനിക്ക് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് കൊടുത്തിരിക്കണം. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനിക്ക് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്. അതിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കമ്പനിക്ക് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കുന്നതിനുള്ള അനുവാദം ഉള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൊടുത്ത അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് സമ്മതിച്ച് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എത്രയാണ് എന്നുള്ള കാര്യം അത് കമ്പനിയുടെ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയു ഓഫ് പ്രോസ്പെക്ടസിൽ അക്കാര്യം നിർബന്ധമായിട്ടും അത് കാണിച്ചിരിക്കണം, അത് അതിൽ പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കമ്മീഷൻ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അണ്ടർ റൈറ്റേഴ്സ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഉപാധികൾക്ക് വിധേയമായിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ഷെയറുകളുടെ അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെ എണ്ണവും കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അണ്ടർ റൈറ്റേഴ്സ് നിരുപാധികമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും
ഉപാധികൾക്ക് വിധേയമായിട്ടോ കമ്പനിയുടെ ഷെയറുകളോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയറുകളുടെ അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെ എണ്ണവും കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ നിർബന്ധമായിട്ടും അത് കാണിച്ചിരിക്കണം. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻ്റ് കമ്പനിയും അണ്ടർ റൈറ്റേഴ്സുമായിട്ട് ഉണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപയാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷനായിട്ട് കൊടുക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റിൻ്റെ ഒരു കോപ്പി കമ്പനി രജിസ്ട്രാറിന് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം. കമ്പനിയുടെ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പകരമായിട്ട് അണ്ടർ റൈറ്റേഴ്സിന് കമ്പനി കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്ന അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എത്രയാണ്, അതിനെ സംബന്ധിച്ച് ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയും അണ്ടർ റൈറ്റേഴ്സുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ കോപ്പി കമ്പനി രജിസ്ട്രാറിന് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം. അഞ്ചാമത്തെയും അവസാനത്തെയും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ അത് ജനറൽ പബ്ലിക്കിന് ഓഫർ ചെയ്തെങ്കിൽ മാത്രമാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കാനുള്ള വ്യവസ്ഥയുള്ളൂ. അതായത് കമ്പനിയുടെ ഷെയറുകളോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ ഒരു പബ്ലിക് ഓഫറിലൂടെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അത് അവിടെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് അണ്ടർ റൈറ്റേഴ്സിന് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ലഭിക്കുന്നതിനുള്ള അവകാശമുള്ളൂ. അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നെങ്കിൽ മാത്രമാണ് അണ്ടർ റൈറ്റേഴ്സിന് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കേണ്ട കാര്യം ഉള്ളൂ. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മുഖാന്തരമാണ് ഷെയറുകൾ ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത്തരം സാഹചര്യത്തിൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അണ്ടർ റൈറ്റേഴ്സിന് ഒരു കാരണവശാലും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പബ്ലിക് ഓഫർ അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് അത് അവിടെ സംഭവിച്ചെങ്കിൽ മാത്രമാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് പകരം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് തുടങ്ങിയ രീതിയിലാണ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത്തരം ഷെയറുകളുമേൽ അല്ലെങ്കിൽ അത്തരം ഡിബഞ്ചറുകളുമേൽ ഒരു കാരണവശാലും അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇത്രയുമാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്.